ലക്കി ഡ്രോ, നറുക്കെടുപ്പ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഒരുപാട് തവണ ഭാഗ്യം പരീക്ഷിച്ചിട്ടുള്ളവരുമാണല്ലോ. പക്ഷേ ലക്കി ഡ്രോപ്പ് എന്ന് പറഞ്ഞ് ഒരു സൈനിക നീക്കം വരുന്നു എന്ന് കേൾക്കുന്നു. ശരിക്കും അത് സൈനിക നീക്കമാണോ? എന്താണ് പക്ഷേ അത്? തീർച്ചയായിട്ടും അതിപ്പോൾ ഏറ്റവും ഒടുവിൽ ലോകത്ത് ഉയർന്നു കേട്ട ഒരു പുതിയ യുദ്ധത്തിൻ്റെ സൈനിക നീക്കത്തിൻ്റെ അല്ലെങ്കിൽ ആക്രമണത്തിൻ്റെ പേരാണ്. പേര് കേട്ടാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വളരെ കൗതുകം തോന്നും. ലക്കി ഡ്രോപ്പ് ഓപ്പറേഷൻ എന്നാണ് അതിൻ്റെ പേര്. അതാണ് കഴിഞ്ഞ ദിവസം, 2 ദിവസം മുമ്പ്, ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം യമനിലെ ഹൂത്തി തീവ്രവാദികൾക്ക് നേരെ, അവരുടെ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയിട്ട് ഹൂത്തി നേതാക്കളെ മുഴുവൻ വകവരുത്തിയല്ലോ. ആ ആക്രമണത്തിന് അവർ കൊടുത്ത പേരാണ്, ഇസ്രായേൽ സേന കൊടുത്ത പേരാണ്, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കൊടുത്ത പേരാണ് ഈ ലക്കി ഡ്രോപ്പ് ഓപ്പറേഷൻ. നമ്മൾ കൗതുകമുള്ള പേരുകളാണ് സാധാരണ കൊടുക്കുക. ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ മഹാദേവ എന്നൊക്കെ കൊടുക്കുന്നതിന് പകരം അവർ ഇത് ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ പേര് കൊടുത്തത്? അത് ഒരുപക്ഷെ അത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആ പേര് കൊടുക്കുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. ഈ ഹൂത്തികൾ നേർക്ക് നേരെ ഇസ്രായേലിനെ ആക്രമിക്കുന്നവരല്ല. യഥാർത്ഥ യമൻ ആണ് അവർ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ യമൻ്റേതാണോ അത്? അല്ല. യമനിലാണ് ഹൂത്തികൾ ഉള്ളത്. യമൻ കേന്ദ്രീകരിച്ചാണ് ഹൂത്തികൾ ലോകരാജ്യങ്ങളിൽ പലതിനെയും അവരുടെ ശത്രുക്കളായി പ്രഖ്യാപിക്കപ്പെട്ട ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അവർ ആക്രമിക്കുന്നത്. ഹൂത്തികൾ യമനെ മാത്രമല്ല, ഇസ്രായേലിനെ മാത്രമല്ല ആക്രമിക്കുന്നത്, ഈവൻ സൗദി അറേബ്യയെ പോലും ആക്രമിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഹൂത്തികൾ ഷിയ തീവ്രവാദികളാണ്. ഷിയ തീവ്രവാദികളാകുമ്പോൾ സുന്നി രാജ്യങ്ങളെ മുഴുവൻ ആക്രമിക്കും. അതിനവർക്ക് അജണ്ടയുണ്ട്. അവരുടെ പിന്നിലാരാണ്? ഇറാനാണ്. ഇറാനെ നേർക്കുനേരെ ആക്രമിക്കാൻ ഇപ്പോൾ വയ്യ. ഇസ്രായേലിനും വയ്യ, അമേരിക്കയ്ക്കും വയ്യ. കാരണം അവർ പരസ്യമായി അന്താരാഷ്ട്ര വേദിയിൽ ഒരു വെടിനിർത്തൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ വെടിനിർത്തലിന് കാരണം? വെടിനിർത്തലിന് യഥാർത്ഥ കാരണം ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചു. തിരിച്ച് ഇറാൻ ആരെയാണ് ആക്രമിച്ചത്? ഇറാൻ്റെ പരിസരത്തുള്ള മധ്യേഷ്യയിലുള്ള അമേരിക്കൻ കേന്ദ്രങ്ങളെ മുഴുവൻ ആക്രമിച്ചു. അപ്പോൾ നേരിട്ട് അതോടുകൂടി അമേരിക്ക വഴങ്ങി, വെടിനിർത്താൻ പറഞ്ഞു. അതുകൊണ്ട് ഇനി അമേരിക്കയ്ക്ക് ഇറാൻ്റെ നേരെ ആക്രമിക്കാൻ വയ്യ. എന്നാൽ ഹൂത്തികൾ ആക്രമണം തുടരുന്നുണ്ട്. കാരണം ഹൂത്തികളുടെ ഇറാനെ എളുപ്പത്തിൽ കൈ കഴുകാൻ പറ്റും, ഞങ്ങളറിയില്ല. എന്നാൽ എല്ലാ പരോക്ഷമായ പിന്തുണയും, ഇപ്പോൾ വളരെ പരോക്ഷമായി എല്ലാ പിന്തുണയും ഈ ഹൂത്തി തീവ്രവാദികൾ, ലോകമെങ്ങുമുള്ള ഷിയ തീവ്രവാദികളാണ്. അവർ സുന്നി രാജ്യങ്ങളെ ആക്രമിക്കുന്നുണ്ട്. സൗദി അറേബ്യയെ നിരന്തരമായിട്ട് ആക്രമിക്കുന്നുണ്ട്. സൗദി അറേബ്യയുടെ സഹായത്തോടു കൂടി യമൻ ഭരിച്ചിരുന്ന ഭരണകൂടത്തെ അട്ടിമറിച്ചിട്ടാണ് യമൻ്റെ തലസ്ഥാനം ഉൾപ്പെടെയുള്ള സന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇവർ പിടിച്ചത്. മാത്രമല്ല സൗദി അറേബ്യയിൽ ഹജ്ജ് കാലത്ത്, ലോകത്തിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടനമായ ഹജ്ജ് സമയത്ത് സൗദി അറേബ്യ ആക്രമിച്ചിട്ടുണ്ട് ഇവർ. അപ്പോൾ ഹൂത്തി തീവ്രവാദികൾ അങ്ങനെ ഒരു കൂട്ടരാണ്. അപ്പോൾ അവരെ ആക്രമിക്കാൻ കിട്ടുന്ന അവസരം അത് വളരെ നന്നായി പ്ലാൻ ചെയ്ത് മനോഹരമായി അത് എക്സിക്യൂട്ട് ചെയ്ത് വിജയിച്ചു. അപ്പം കൊടുത്ത പേരാണ് ലക്കി ഡ്രോപ്പ്. കാരണം എന്ന് വെച്ചാൽ നേരിട്ട് പോയി യമനെ ആക്രമിക്കാൻ വയ്യ. കാരണം യമൻ അവരുടെ നാടല്ല. യമൻ അവർ വന്ന് കീഴടക്കിയ നാട് മുഴുവനും ഇല്ല. അതാണ് വേറൊരു കാര്യം. യമനെ ആക്രമിക്കാൻ പോയാലുള്ള അപകടം എന്താണെന്ന് വെച്ചാൽ യമൻ്റെ കുറച്ച് ഭാഗം, സനയും കുറച്ച് പ്രദേശങ്ങളുമാണ് ഹൂത്തികളുടെ കയ്യിലുള്ളത്. ബാക്കി പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഹൂത്തികളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ കയ്യിലാണെന്നാണ് അർത്ഥം. ഹൂത്തി ഭരണമാണ് അവിടെ, തീവ്രവാദികളുടെ ഭരണമാണ്. എന്നാൽ ഇറാൻ്റെ ഭരണമാണോ വെച്ചാൽ ഇറാൻ പറയല്ല എന്ന് പറയും, കൈയൊഴിച്ച് കളയും. അപ്പോൾ യമനെ ആക്രമിക്കാൻ വയ്യ. ഇനി മാത്രമല്ല, യമനെ ആക്രമിക്കാൻ പോയാൽ അപ്പുറത്ത് യമൻ എന്ന കൊച്ചു പാവങ്ങളുടെ രാജ്യമാണ്, ദരിദ്ര രാജ്യമാണ്. ഏറ്റവും ദരിദ്രമായ അറബ് രാജ്യത്തിൻ്റെ പേരാണ്. ആ രാജ്യത്തെയാണ് ഈ 3 രാജ്യങ്ങൾ എടുത്തത്. ഒരു ഭാഗം ഹൂത്തികളിലൂടെ ഇറാൻ പിടിച്ചു, ബാക്കി കുറേ ഭാഗം അതിന് പ്രതികാരം ചെയ്യാൻ സൗദി അറേബ്യ പിടിച്ചു, ബാക്കി കുറച്ച് ഭാഗം UAEയും പിടിച്ചു. 3 സമ്പന്ന അറബ് രാജ്യങ്ങൾ ചേർന്ന്, 3 സമ്പന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ ചേർന്ന് ഒരു ദരിദ്ര മുസ്ലിം രാഷ്ട്രത്തെ കീറി മുറിച്ച് കൊത്തിപ്പറിച്ചെടുത്ത ചരിത്രമാണ് യമൻ്റെ ചരിത്രം. അതുകൊണ്ട് ആ യമനെ ആക്രമിച്ചിട്ട് ഇവർക്കൊന്നും കിട്ടാനില്ല. എന്നാൽ യമൻ കേന്ദ്രീകരിച്ചിട്ടാണ് ഇവരുടെ പണിയൊക്കെ. അപ്പോൾ ഹൂത്തികളെ ആക്രമിക്കണം വേണം, ഹൂത്തികളെ വകവരുത്തുകയും വേണം. എന്നാൽ ഇറാനെയും ആക്രമിച്ചിട്ടില്ല, യമനെയും ആക്രമിച്ചിട്ടില്ല. ഇവരുടെ യഥാർത്ഥ ശത്രുക്കളെ വകവരുത്തുകയും ചെയ്തു. അങ്ങനെ നന്നായി ഓപ്പറേറ്റ് ചെയ്ത ഒരു ലക്കി ഡ്രോപ്പാണ്. അതായത് അങ്ങനെ ഒരു ഇസ്രായേലിൻ്റെ ഒരു ദീർഘകാല പദ്ധതി, അവർക്ക് നിരന്തരമായ തലവേദന ഉണ്ടാക്കിയിരുന്ന
ഇറാൻ പിന്തുണയുള്ള ഷിയ തീവ്രവാദ പ്രസ്ഥാനത്തെ അതിന് മുഴുവൻ നേതാക്കളെയും പ്രധാനപ്പെട്ട നേതാക്കളെ മുഴുവൻ കൊന്നുകളഞ്ഞു. അതാണ് ഇത്. അതിൻ്റെ പേരാണ് ഈ ലക്കി ഡ്രോപ്പ് ഓപ്പറേഷൻ. എന്താണ് ലക്കി ഡ്രോപ്പ് ഓപ്പറേഷൻ. ഇനി ഇതെപ്പോഴാണ്, ഇതെന്തുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്? ഇത് ഇന്നും ഇന്നലെയും പ്ലാൻ ചെയ്തതല്ല. ഏതാണ്ട് ഒരു വർഷത്തിലേറെയുള്ള പ്ലാനിങ് ഉണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ IDF പറയുന്നുണ്ട്, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ചെറിയ ആക്രമണം ആയിരുന്നില്ല കേട്ടോ. അവർ ആരെയൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ ഹൂത്തികളുടെ യമനിലെ ഹൂത്തികളുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയും ഹൂത്തികളുടെ തീവ്രവാദികളും നേതാക്കന്മാരും തമ്പടിച്ചിരിക്കുന്ന എല്ലാ കേന്ദ്രങ്ങളെയും ആക്രമിച്ചു. ഹൂത്തികൾ ആയുധങ്ങൾ സംഭരിച്ചു വെച്ച ആയുധശാലകൾ മുഴുവൻ തകർത്തു. വേറൊന്ന്, ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി അവരുടെ വാർത്താവിനിമയ ശൃംഖലയാണ്. ഉപഗ്രഹ വാർത്താവിനിമയ ശൃംഖല ഉൾപ്പെടെയുള്ള ഒരു കാര്യം, അത്ഭുതകരമായ ഒരു കാര്യം അറിയോ? ലോകത്തിലെ ഏറ്റവും നല്ല വാർത്താവിനിമയ ശൃംഖലയുള്ളത് സമാധാനപൂർവ്വം ജീവിക്കുന്ന നാടുകളിലല്ല, ജനങ്ങൾക്കല്ല, ഈ തീവ്രവാദികൾക്കാണ്. ഒസാമ ബിൻ ലാദൻ്റെ കയ്യിലായിരുന്നു അത്ര അന്ന് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഉപഗ്രഹ വാർത്താവിനിമയ സംവിധാനം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലമാണ്. അപ്പോൾ അത് മുഴുവനും തകർത്ത് കളഞ്ഞു. അതുകൊണ്ടാണിത് അവരെ പൂർണ്ണമായും തകർത്തിരിക്കുന്നു എന്ന ആത്മവിശ്വാസത്തോടെയാണ്, സന്തോഷത്തോടെയാണ് ഈ പേര് പറയുന്നത്, ലക്കി ഡ്രോപ്പ്. വേറൊന്ന്, ഓഗസ്റ്റ് 28 നടന്നത്. ഓഗസ്റ്റ് 28 ഇതിങ്ങനെ ചെയ്യുന്നത് ഒരു കൊല്ലത്തിലേറെയുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ്. 2024 സെപ്റ്റംബർ 10 ഈ യമനിലെ ഹുദൈദ തുറമുഖത്ത് നിന്ന്, യമനിലെ ഹുദൈദ എന്ന് പറയുന്ന ഒരു കൊച്ചു തുറമുഖം, ആ തുറമുഖത്തിൻ്റെ വിളിപ്പാടകലെ തുറമുഖത്തിൻ്റെ ഒരു ദൃശ്യമേഖലയിലൂടെ ഒരു ഇസ്രായേലി കപ്പൽ പോകുമ്പോൾ അതിന് നേരെ മിസൈൽ ആക്രമണം നടത്തി തീവ്രവാദികൾ. ഹൂത്തികൾ. അന്ന് ഇവർ ഒരുങ്ങി തുടങ്ങിയതാണ്. 2, അത് സെപ്റ്റംബർ 10 അത് കഴിഞ്ഞ് അടുത്ത മാസം, ഒരു മാസം തികയുന്നതിന് മുമ്പ് ഒക്ടോബർ 5 ഇസ്രായേലിലെ എയ്ലാറ്റ് നഗരം, ഇസ്രായേലിലെ ഇതുപോലെ ഒരു നഗരം ആണ് എയ്ലാറ്റ് നഗരം. എയ്ലാറ്റ് നഗരത്തിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തി ഇവർ ഹൂത്തികൾ. അപ്പോൾ അതും യമനിൽ നിന്നാണ്. അപ്പോൾ ഈ 2 ആക്രമണങ്ങൾ മുതൽ ഇവരെ നോട്ടമിട്ടതാണ്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പ്ലാൻ ചെയ്യുകയായിരുന്നു. ആ 2 ആക്രമണങ്ങൾക്ക് ശേഷം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം ഈ ഹൂത്തി തീവ്രവാദികൾ പറഞ്ഞു, നിങ്ങൾ ഇറാനെ ആക്രമിച്ചതിന് പ്രതികാരം ഇറാൻ ഗവൺമെൻറ് അമേരിക്കയോട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിൻ്റെ പ്രതികാരം ഇറാൻ ഗവൺമെൻറ് അമേരിക്കയോടെ ചെയ്തിട്ടുള്ളൂ, നിങ്ങളോടാണ് ചെയ്തിട്ടില്ല. അത് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആക്രമണത്തിന് ഇവർ ഒരുങ്ങുന്നു എന്ന് അറിഞ്ഞിട്ടാണ്, തിരിച്ചടിക്കുക മാത്രമല്ല, ഇനി ഒന്ന് ഊര പൊങ്ങാത്ത മട്ടിൽ ഹൂത്തി തീവ്രവാദികളെ തകർത്ത് കളഞ്ഞത്. അത് സമ്പൂർണ്ണമായ വിജയമായിരുന്നു എന്ന അർത്ഥത്തിലാണ് ഈ ലക്കി ഡ്രോപ്പ് ഓപ്പറേഷൻ പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ സത്യത്തിൽ ഈ തീവ്രവാദം എന്ന് പറയുന്ന ഒരു സംഗതിയെ വകവരുത്തേണ്ടതുണ്ട്. അത് ഇസ്രായേൽ ചെയ്താലും ആര് ചെയ്താലും, സത്യത്തിൽ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, സൗദി അറേബ്യക്ക് ചെയ്യാൻ പറ്റാത്ത പണിയാണത്. സൗദി അറേബ്യയുടെ തൊട്ടടുത്ത രാജ്യമാണ് യമൻ. യമനിലെ പാവങ്ങളായ പൗരന്മാരിൽ മഹാഭൂരിപക്ഷവും ജീവിക്കുന്ന സൗദി അറേബ്യയിലാണ്. ആ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഹൂത്തികൾ ആക്രമിച്ചത്. അവരാരാണ്? പ്രത്യക്ഷത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെയും പിന്തുണയില്ല, എന്നാൽ ഇറാൻ്റെ പിന്തുണയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഷിയാക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നു, ഷിയാക്കൾക്ക് വേണ്ടി ഒച്ച വെക്കുന്നു, ഷിയാക്കൾക്ക് വേണ്ടി പൊരുതുന്നു. അവരുടെ കയ്യിൽ അവർ സമ്പന്നന്മാരാണ്, അവരുടെ കയ്യിൽ ആയുധമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനം അവർ ആക്രമിച്ച് കീഴടക്കുന്നു. എന്നിട്ട് അവിടുത്തെ പ്രസിഡന്റ് ജീവനും കൊണ്ട് ഓടുന്നു സൗദി അറേബ്യയിലേക്ക്. അവിടെ കിടന്നാണ് അയാൾ മരിച്ചത്. സ്വന്തം നാട് കാണാൻ, സ്വന്തം മണ്ണിൽ കിടന്ന് മരിക്കാൻ യോഗമില്ലാതെ പോയ ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തെ, അങ്ങനെ ഒരു തീവ്രവാദ സംഘം ഇന്ന് യമനെങ്കിൽ നാളെ ഇസ്രായേൽ എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ അവരെ അങ്ങനെ നിസ്സാരന്മാരായിട്ട് കാണാൻ പറ്റില്ല. അവരുടെ പിന്നിൽ ഇറാനുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം, എന്നാൽ ഒരു രാജ്യവും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെ എവിടെയും തൊടാതെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഭീഷണിയായി ഒരു തീവ്രവാദ സംഘത്തെ ഇറാൻ ഭരണകൂടം ഇങ്ങനെ നനച്ച് വളർത്തി പോറ്റിയിട്ട് പറത്തി വിടുകയാണല്ലോ ലോകം മുഴുവൻ. ആ ഒരു ഭീഷണിയാണ് ഇവർ അവസാനിപ്പിച്ചത്. ചെറിയ കാര്യമല്ല അത്, തീർച്ചയായിട്ടും അനിവാര്യമാണത്. സൗദി അറേബ്യക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല,
ഈ തക്കത്തിൽ യമനെ ഇങ്ങനെ വീതം വെച്ച് അറബ് രാജ്യങ്ങൾ വീതിക്കുക എന്നല്ലാതെ ഹൂത്തികളെ നിലനിർത്തണ്ടേ? യമൻ എന്തുകൊണ്ടാണ് പ്രതിസന്ധിയിലായത്? ഹൂത്തികളെ നേരിടാൻ പറ്റണ്ടേ? ഹൂത്തി തീവ്രവാദത്തെ നേരിടുന്നതിൽ സമ്പന്നന്മാരും ശക്തന്മാരുമായ അറബ് രാജ്യങ്ങൾ കൂടി പരാജയപ്പെട്ടുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആ മേഖലയിൽ വിജയം നേടുന്നത്. അത് അവർക്ക് ലക്കിയാണെങ്കിലും ലോകത്തിന് ശാന്തി കൂടിയാണ്. അതിനെ നമുക്ക് അങ്ങനെ തന്നെ വേണം കാണാൻ, അങ്ങനെ വേണം സ്വാഗതം ചെയ്യാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.